വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB NTPCക്ക് വേണ്ടിയിട്ടുള്ള ISRO എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ISRO എന്ന് പറയുന്നത്. അപ്പൊ ISROയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഫാദർ ആരാണ്? വിക്രം സാരാഭായി ആണ് അല്ലെ. വിക്രം സാരാഭായി ആണ്. അവിടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. അതാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഏതാണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, അതായത് ഇൻകോസ്പാർ. ഇൻകോസ്പാർ ആണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇൻകോസ്പാർ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ ആരാണ്? ഇൻകോസ്പാർ ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായത് എന്നാണെന്ന് വെച്ചാൽ 1962-ലാണ്. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ്. അപ്പൊ അത് നമുക്കിവിടെ വിക്രം സാരാഭായി, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആണ് ആര്? വിക്രം സാരാഭായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സെന്റ് മേരീസ് ബഗഡലൈൻ ചർച്ച് ആണ്. ടേൾസ് സ്ഥാപിക്കുന്നതിനായിട്ട് വിട്ടുകൊടുത്ത പള്ളിയാണ്. ഇതൊരു സ്പേസ് മ്യൂസിയം ആണ്. എന്ന് പറയുന്നത് സെന്റ് മേരീസ് ബഗഡലൈൻ ചർച്ച് എന്ന് പറയുന്നത് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തേൾസ് സ്ഥാപിതമായത് 1962-ലാണ്. ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായി സ്പേസ് സെന്ററിന് കീഴിൽ വന്നത് 1972-ലാണ്. പിന്നീട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് 1972. ISRO നിലവിൽ വന്ന എന്നാണ്? ISRO നിലവിൽ വന്നത് 1969-ലാണ്. എന്ത് വരുന്നത്? ISRO 1969 ഓഗസ്റ്റ് 15-നാണ് എന്ത് വരുന്നത്? ISRO നിലവിൽ വരുന്നത്. ISROയുടെ ആസ്ഥാനം എന്താണ്? ISROയുടെ ആസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് അന്തരീക്ഷ ഭവനാണ്. ഏതാണ്? അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് അന്തരീക്ഷ ഭവൻ എന്ന് പറയുന്നത്. 1969 ഓഗസ്റ്റ് 15-ന് നിലവിൽ വന്നു. അപ്പം ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷനും ഒക്കെ നിലവിൽ വന്ന 1972-ആണ്. ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ 1963-ല് വന്നു. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി 1947 അഹമ്മദാബാദിലാണ് വന്നത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വന്നത് 1947 അഹമ്മദാബാദ്. ISROയുടെ ചെയർമാൻ S സോമനാഥ് 10ാമത് ചെയർമാൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി 1954. അപ്പൊ ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. അത് 10th ചെയർമാൻ ഓഫ് ISRO S സോമനാഥ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി 1954. ഹോമി ജെ ഭാവെ ആരാണ്? ഫസ്റ്റ് ചെയർമാൻ ഓഫ് അറ്റോമിക് കമ്മീഷൻ ആണ്. ഹോമി ജെ ഭാഭ എന്ന് പറയുന്നത്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ വന്നത് 1948-ലാണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ വന്നത് 1948-ല്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ അറ്റോമിക് കമ്മീഷൻ ആരാണ്? ഹോമി ജഹാംഗീർ ഭാവെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വന്ന എന്നാണ്? 1954-ലാണ്. ISROയുടെ ചെയർമാൻ S സോമനാഥ്. 10th ചെയർമാൻ ആണ്. വിക്രം സാരാഭായി ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആണ്.
ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എവിടെയാണ്? 1947 അഹമ്മദാബാദിൽ വന്നു. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ഓഗസ്റ്റ് 12 ഇൻഗോസ്പാർ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് 1962 വന്നു. ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ടേൾസ് 1963 വന്നു. അത് കഴിഞ്ഞിട്ട് VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. വിക്രം സാര ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. ISROയുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്തത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പൊ ഇപ്പോഴറിയപ്പെടുന്നത് VSSC എന്നാണ്. ഏതാണ്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ടല്ലോ, അതിനെ VSSC എന്ന് പേരുമാറ്റം ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിന് വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് 12 ആണെന്ന് പറഞ്ഞല്ലോ. ഓഗസ്റ്റ് 12 അതെന്ന് പറയുന്നത് ആരുടെ? വിക്രം ബർത്ത്ഡേ ഓഫ് വിക്രം സാരാഭായ്. ബർത്ത്ഡേ ഓഫ് വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 12 എന്ന് പറയുന്നത്. എന്തായിട്ട് നമ്മൾ നോക്കുന്നത്? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 23 ഏതാണ്? ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് നാഷണൽ സ്പേസ് ഡേ ആണ്. നാഷണൽ സ്പേസ് ഡേ ആണ്. അതുപോലെ ഫസ്റ്റ് റോക്കറ്റ് നിക്കി അപ്പാച്ചി 1963. ഫസ്റ്റ് റോക്കറ്റ് ഏതാണ്? നിക്കി അപ്പാച്ചി 1963 ഈ ഫസ്റ്റ് റോക്കറ്റ് 1963 ഫസ്റ്റ് റോക്കറ്റ് ആയിട്ടുള്ള നിക്കി അപ്പാച്ചി. അതുപോലെ തന്നെ വിക്രം സാരാഭായിക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 1966 വിക്രം സാരാഭായിക്ക് പത്മഭൂഷൺ ലഭിച്ചത്. അപ്പോൾ ഇനി ISRO ഫൗണ്ടഡ് നമ്മൾ പറഞ്ഞു. രോഹിണി എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രോഹിണി 75 ഇൻഡിജിയസ്ലി ഡെവലപ്ഡ് റോക്കറ്റ് ആണ് രോഹിണി എന്ന് പറയുന്നത്. ISRO എന്നാണ് ഫൗണ്ട് ചെയ്തത്? 1969 ഓഗസ്റ്റ് 15 അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ്. സ്പേസ് ടെക്നോളജി ഫോർ ദ സർവീസ് ഓഫ് മാൻകൈൻഡ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അടിയിൽ ഇത് വന്നത് എന്നാണെന്നായിരുന്നു പറഞ്ഞത്. 1972 എന്ത് പറഞ്ഞു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് വന്നു. ഫസ്റ്റ് ചെയർമാൻ വിക്രം സാരാഭായ്. ISROയുടെ MGK മേനോൻ എന്ന് പറയുന്നത് ISROയുടെ മലയാളിയായ ആദ്യ ചെയർമാനാണ് MGK മേനോൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ISROയുടെ ചെയർമാൻ പദവി വഹിച്ച ആളാണ് സതീഷ് ധവാൻ എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് സർവിങ് ഏറ്റവും കൂടുതൽ ISROയുടെ ചെയർമാൻ പദവി വഹിച്ചത് എന്ന് തൊട്ട് 1972 തൊട്ട് 1984 വരെയുള്ള കാലഘട്ടത്തിലാണ് സതീഷ് ധവാൻ എന്ന് ചെയ്തത് ISROയുടെ ചെയർമാൻ പദവി വഹിച്ചത്. മംഗൾയാൻ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആയിരുന്നത് K രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത്. ISROയില് ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഹുവൻ എന്ന് പറയുന്നത്. ഹുവൻ. ഇന്ത്യയിൽ മിസൈൽ പരീക്ഷണ കേന്ദ്രം വീലർ ഐലൻഡ് ഒഡീഷയാണ്. ഒഡീഷയിലെ വീലർ ഐലൻഡിലാണ് ഇന്ത്യയുടെ മിസൈലുകളൊക്കെ പരീക്ഷിക്കുന്നത്. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഹൂവനാണ്. ഇന്ത്യയുടെ സൗര നിരീക്ഷണ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട റേഞ്ച് അതിന് പേര് കൊടുത്തത് 2002 റീനെയിം ചെയ്തത്. നെല്ലൂർ ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉള്ളത്. സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ ആണ് ഇതെന്ന് പറയുന്നത്. പുലിക്കാട്ട് ലേക്കിനടുത്തായിട്ടാണ്. സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ഒരു സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? രോഹിണിയാണ്. ന്യൂ റോക്കറ്റ് ലോഞ്ചിങ് പാഡ് എവിടെ വരുന്നു? കുലശേഖരപട്ടണം തമിഴ്നാട്ടിൽ വരുന്നു. എവിടെയാണ് ന്യൂ റോക്കറ്റ് ലോഞ്ചിങ് പാഡ് വരുന്നത്? കുലശേഖരപട്ടണം തമിഴ്നാടു. ഫസ്റ്റ് സാറ്റലൈറ്റ് രോഹിണി. സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. പുലിക്കാട്ട് ലേക്കിന് അടുത്താണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്.
ഇത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉള്ളത്. അതുപോലെ തന്നെ ക്രാഡിലോ സ്പേസ് ആൻഡ് ഇന്ത്യ, സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ, ക്രാഡിലോ സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ഫിസിക്കൽ അഹമ്മദാബാദിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് നമ്മൾ ക്രാഡിലോ എന്തെന്ന് പറയുന്നത്, ക്രാഡിലോ സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ എന്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉണ്ടല്ലോ, അത് വന്നത് 1971 വന്നത്. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. 2002 സെപ്റ്റംബർ 5 എന്തായിട്ട് പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത് 2002 ഏറ്റവും വലിയ ISROയുടെ ഒരു ഏജൻസിയാണ് എന്തെന്ന് പറയുന്നത്, VSSC എന്ന് പറയുന്നത്. റോക്കറ്റുകൾ നിർമ്മിക്കുവാനായിട്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഉള്ളത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്നത് അതും സ്ഥാപിച്ചത് ആരാണ്? ഫൗണ്ടർ ആണ് വിക്രം സാരാഭായ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇത് വന്ന വർഷം 1947. ഏത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വന്ന 1947. ക്രാഡിലോ സ്പേസ് സയൻസ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത്. അടുത്ത ലിക്വിഡ് പ്രൊപ്പൽഷൻ സെന്റർ ആണ്. എന്താണ്? ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എന്ന് പറയുന്നത് വലിയമല, തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും ആണുള്ളത്. ഡിസൈൻ ഡെവലപ്മെന്റ് ഓഫ് എൻജിൻസ്, മോട്ടോഴ്സ് എക്സെട്ര ആണ് ഇത് ചെയ്യുന്നത്. ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എന്താണ് എൻജിൻസ്, മോട്ടോഴ്സ് എക്സെട്ര ഒക്കെയാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് എന്താണ് സെന്റർ ഉണ്ട്. ഇത് 1974 വന്നത്. ഇത് എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ഹൈദരാബാദിൽ. എവിടെയാണ്? ഹൈദരാബാദിലാണുള്ളത്. എന്താണിത് ചെയ്യുന്നത്? ഇന്ത്യയിൽ റിമോട്ട് സെൻസിങ് ഉപകരണങ്ങളൊക്കെ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണവും സംഭരണവും സംസ്കരണവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനമാണ് ഡെറാഡൂൺ. ഡെറാഡൂൺ ആണ് എവിടെ? ഈ നാഷണൽ റിസർച്ച് സെന്റർ, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനമാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഡെറാഡൂൺ. അടുത്ത നമുക്ക് ഓരോരോ പ്രധാന ദൗത്യങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങൾ. ആദ്യത്തെ ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട എന്ന് പറയുന്നത്. ആര്യഭട്ട വിക്ഷേപിച്ചത് ഏപ്രിൽ 19, 1975 എന്നാണ്. ഏപ്രിൽ 19, 1975. 1975 ഏപ്രിൽ 19 എന്ത് ചെയ്യുന്നത്? ആര്യഭട്ട വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലമാണ് ഏതെന്ന് പറയുന്നതാണ് വോൾഗോഗ്രാഡ്. വോൾഗോഗ്രാഡ് USSR വോൾഗോഗ്രാഡിൽ നിന്ന് ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനമാണ് C1 ഇന്റർ കോസ്മോസ് എന്ന് പറയുന്നത്. C1 ഇന്റർ കോസ്മോസ്. ഭാരം 360 കിലോഗ്രാം ആയിരുന്നു. ആര്യഭട്ടയുടെ ഭാരം 360 കിലോഗ്രാം. USSR വോൾഗോഗ്രാഡിൽ നിന്ന് വിക്ഷേപിച്ചു. അടുത്തത് ഭാസ്കര 1 ആണ്. ഭാസ്കര 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണമാണ്. എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹമാണിത്. സെക്കൻഡ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ ആണ്. സെക്കൻഡ് സാറ്റലൈറ്റ്. ഫസ്റ്റ് ആര്യഭട്ട, സെക്കൻഡ് സാറ്റലൈറ്റ്. 1979 ഇത് വിക്ഷേപിച്ചത്. വോൾഗോഗ്രാഡിൽ നിന്ന് തന്നെയാണ്. ഇതിന്റെ വെയിറ്റ് 442 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് രോഹിണി ഉണ്ട്. രോഹിണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് രോഹിണി. അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. SLV-3 ആണ് അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. 1980 വിക്ഷേപിച്ചത്. 1980 ജൂലൈ 8 വിക്ഷേപിക്കുന്നു. 1980 ജൂലൈ 8 ഇത് വിക്ഷേപിക്കുന്നു. ഭാരം 35 കിലോഗ്രാം ആണ് ഭാരം. പ്രോജക്ട് ഡയറക്ടർ APJ അബ്ദുൽ കലാം ആണ്. പ്രോജക്ട് ഡയറക്ടർ ആരാണ്? APJ അബ്ദുൽ കലാം ആണ് ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിട്ട് വരുന്നത്.
അടുത്ത ആപ്പിൾ ആണ്. ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോം, ആപ്പിളിന്റെ ഫുൾ ഫോം ആണ് എന്താണ്, ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് എന്നാണ് കേട്ടോ. എക്സ്പെരിമെന്റ് എന്നാണ് ആപ്പിളിന്റെ ഫുൾ ഫോം. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് എന്നാണ് ആപ്പിളിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1981 ജൂൺ 19 വിക്ഷേപിക്കുന്നു. ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന സ്ഥലത്ത്, ഫ്രഞ്ച് ഗയാന കൗറുവിൽ നിന്ന് വിക്ഷേപിക്കുന്നു. ഏരിയൻ 1 ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം. എന്ന് പറയുന്നത് ഏരിയൻ 1 ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് അതിനടുത്തത് വരുന്നത് ചന്ദ്രയാൻ 1 ആണ്. പിന്നീട് ഇതിന്റെ ഇടയിൽ നമുക്ക് കുറെ എണ്ണങ്ങൾ വേറെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇൻസാറ്റ് സീരീസ് ഒക്കെ ഉണ്ട്. ഇൻസാറ്റ് 2A ഉണ്ട്. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ ഒരു പല പല ഉദ്ദേശങ്ങളുള്ള ഒരു ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A എന്ന് പറയുന്നത്. 1992 ജൂലൈ 10 കൂടിയാണ് ഇതിനെ വിക്ഷേപിക്കുന്നത്. അതിന്റെ സ്ഥലവും ഫ്രഞ്ച് ഗയാനയാണ്. എവിടെയാണ്? ഫ്രഞ്ച് ഗയാനയിലാണ് ഇതിനെയും വിക്ഷേപിക്കുന്നത്. ഏരിയൻ 4. അടുത്തത് കാലാവസ്ഥ നിരീക്ഷണത്തിന് പുറമെ അന്തരീക്ഷ താപനില, സാന്ദ്രത ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏതുണ്ട്, ഇൻസാറ്റ് 3DR എന്ന് പറയുന്ന സീരീസുകൾ, ഇൻസാറ്റ് സീരീസ് കുറെ ഉണ്ട്. അപ്പം ഇൻസാറ്റ് സീരീസുകൾ കുറെ പറയാനായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വേറെ ഏതൊക്കെ ഉണ്ട്? ക്രോസ് എന്ന് പറഞ്ഞ രോഹിണി ഉപഗ്രഹത്തിന്റെ തുടർച്ചയായിട്ട് ISRO സ്ട്രെച്ച്ഡ് രോഹിണി സാറ്റലൈറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് നമുക്ക് ചന്ദ്രയാൻ 1 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ചന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്തത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം. 2008 ഇത് ലോഞ്ച് ചെയ്യുന്നു. ഒക്ടോബർ 22 ഇത് ലോഞ്ച് ചെയ്യുന്നത്. റോക്കറ്റ് PSLV C11 ആണ് റോക്കറ്റ് എന്ന് പറയുന്നത്. M അന്നാദുരൈയാണ് ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ. ആരാണ്? M അന്നാദുരൈയാണ് പ്രോജക്ട് ഡയറക്ടർ. റോക്കറ്റ് PSLV C11. G മാധവൻ നായരാണ് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. G മാധവൻ നായരാണ് ISROയുടെ ചെയർമാൻ. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. മൂൺ ഇമ്പാക്ട് പ്രോബ് നവംബർ 14. അപ്പൊ എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. 2008 ഒക്ടോബർ 22 എന്ത് ചെയ്യുന്നത്? ഇത് വിക്ഷേപിക്കുന്നത്. അതിനുശേഷം എവിടെ നിന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇത് PSLV, ഇതിന്റെ വിക്ഷേപണ വാഹനം PSLV C11 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാരം 1380 കിലോഗ്രാം ആണ്. 386 കോടി രൂപയാണ് ചെലവായത്. ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8-നാണ്. 2008 നവംബർ 8-ന്. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗമാണ് മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേർന്നതാണ് 2008 നവംബർ 14. എവിടെയാണ് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത്? റീച്ച്ഡ് ഇൻ മൂൺ എന്നാണ് 2008 നവംബർ 14. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നാണ് സഹായിച്ച ഭാഗം, അവിടെ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗമാണ് ഇതെന്ന് പറയുന്നത് മൂൺ ഇമ്പാക്ട് പ്രോബ്. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ISROയുടെ G മാധവൻ നായർ ആയിരുന്നു ഏതെന്ന് പറയുന്ന ISROയുടെ ചെയർമാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷാക്കിൽട്ടൺ ഗർത്തം എന്നാണ് ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന്റെ ഒരു അറിയപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഇതിന്റെ പ്രവർത്തനം 2009 കൂടി നിലയ്ക്കുകയാണ് ചെയ്തത്. M അണ്ണാദുരൈ ആയിരുന്നു ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ചന്ദ്രയാൻ 2 നോക്കാം. ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്
ഇന്ത്യയുടെ സെക്കൻഡ് ലോഞ്ചിങ് ആണ്. സെക്കൻഡ് ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൗത്ത് പോളിലാണ് കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് 2019 ജൂലൈ 22-നാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം ഏതാ? GSLV മാർക്ക് 3 M1 ആണ്. മാർക്ക് 3 M1 ആണ്. GSLV മാർക്ക് 3 M1 ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. 3750 കിലോഗ്രാം വെയിറ്റ്. ലാൻഡർ വിക്രം, റോവർ പ്രയാഗ്. ലാൻഡ് ചെയ്യുന്ന ആള് ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനുമാണ്. പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യാണ്. മിഷൻ ഡയറക്ഷൻ ഋതു കരുദ്വാൾ ആണ് മിഷൻ ഡയറക്ടർ. ഋതു കരുദ്വാൾ ആണ്. പ്രോജക്ട് ഡയറക്ടർ വനിത മുത്തയ്യാണ്. 978 കോടി രൂപയാണ് ചെലവായത്. ISROയുടെ ചെയർമാൻ K ശിവനായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ISROയുടെ ചെയർമാൻ ഡോക്ടർ K ശിവൻ ആയിരുന്നു ആ സമയത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചന്ദ്രയാൻ 3 ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ഇത് ISRO 3 എന്ന് പറയുന്നത്. പ്രോജക്ട് ഡയറക്ടർ ആരാണ്? പ്രോജക്ട് ഡയറക്ടർ ഇതിന്റെ പ്രോജക്ട് ഡയറക്ടറാണ് വീരമുത്തുവേൽ. ആരാണ്? വീരമുത്തുവേലാണ് ആര്? പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. ഇതിന്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 ആണ്. GSLV മാർക്ക് 3. 2021 വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്ന ദൗത്യം 2022 മാറ്റി. മംഗൾയാൻ ദൗത്യം പ്രേമമാക്കി പുറത്തിറക്കിയ ഒരു സിനിമയുണ്ട്, മിഷൻ മംഗൾ 2019 എന്ന് പറയുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺ ആണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. 3900 വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് മൂണിന്റെ ഓർബിറ്റിൽ എത്തിയതെന്നാണ് 2023 ഓഗസ്റ്റ് 5-നാണ്. 2023 ഓഗസ്റ്റ് 23-ന് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ഇന്ത്യ 4ാമത്തെ രാജ്യമാണ് ഈ ഒരു ഗവേഷണം നടത്തുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യ. ഫസ്റ്റ് കൺട്രി സോഫ്റ്റ് ലാൻഡ് ഓൺ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ്. ഇത് റീച്ച് ചെയ്യുന്ന സമയത്ത് 15 മിനിറ്റ് ഓഫ് ടെറർ എന്നറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് 23. ഏതാണ് ഈ ചന്ദ്രയാൻ സക്സസ്ഫുൾ ആയി എത്തിയ ദിവസം? എന്ത്? ഓഗസ്റ്റ് 23 എന്തെന്ന് പറയുന്നു? നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇനി മംഗൾയാനും കൂടി വരുന്നുണ്ട്. മംഗൾയാൻ എന്ന് പറയുന്നത് മംഗൾയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ്. മംഗൾയാൻ എന്ന് പറയുന്നത് 2013 നവംബർ 5-നാണ് ഈ മംഗൾയാൻ വിക്ഷേപിക്കുന്നത്. PSLV C-25 ആയിരുന്നു. PSLV C-25 ആയിരുന്നു വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഇത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. ചൊവ്വ ദൗത്യം ആദ്യമായിട്ട് വിജയിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ് വിജയിച്ചത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി ടോപ്പിക്കുകളായി വേറൊരു ക്ലാസ്സിൽ കാണാം.